തൽക്കാലം ഇത്രയും മതി. പോയി ജോലി. പോയി ജോലി. ശരിയായ കൈനോട്ടക്കാരന്റെ പ്രകടനം. പ്രൊഡക്ഷൻ ചീഫിന്റെ പണിയില്ലെങ്കിലും കരുണാകരൻ സാറിന് പട്ടിണി കിടക്കേണ്ടി വരില്ല. അവള് ജയന്തിയോടും സൗന്ദര്യോടും പ്രിയനോടും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടതാ. അത് വെച്ച് ഞാനൊരു കാച്ചങ്ങട് കാച്ചി വിട്ടു. കരുണാകരൻ സാറിന്റെ പെർഫോമൻസ് കിടിലനായിരുന്നു, അത് പറയാതെ വയ്യ. കാണാതെ പ്രേമിച്ച കാമുവിനെ പറ്റിയൊക്കെ എത്ര തന്മയത്വത്തോടെയാ കരുണാകരൻ സാർ അവതരിപ്പിച്ചത്. നിനക്ക് ഞാനൊരു വഴി തുറന്നു തന്നല്ലേ. നീ കാരണം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു, നീ അവളുടെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കുമെന്നും ഞാൻ തട്ടിവിട്ടിരിക്കുക. അതി പിടിച്ച് കയറിക്കൊള്ളണം. അത് ഞാൻ ഏറ്റു. മുക്തമാടത്തെ ഓർത്തോണ്ട് മാത്ര ഞാൻ നിന്നെ സഹായിക്കുന്നത്. നിന്റെ സ്വഭാവത്തിന് സഹായിക്കല്ല വേണ്ടേ, പോയി പണി നോക്കാൻ പറയാ വേണ്ടേ. ഇനിയെങ്കിലും നീ മിടുക്കനാണെന്ന് തെളിയിക്കും. ചെല്ല്. പാർവതി, രേവതി പോയി. അവൾക്ക് പാർവതിയോട് യാത്ര ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നോക്കുന്നതും കണ്ടു. പാർവതി എവിടെയായിരുന്നു? അല്ല, പാർവതി എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞില്ലല്ലോ. എന്നോട് കള്ളം പറയരുത് പാറു, വെറുതെ. പാറുവിന്റെ മുഖം ഒന്ന് വാടിയ അത് ഈ നന്ദന് മനസ്സിലാവും. പാർവതി കരഞ്ഞത് എന്തിനാണെന്ന് ഞാൻ പറയട്ടെ.